കനത്ത മഴയെ തുടർന്ന് തിരുവല്ലയിൽ വിവിധയിടങ്ങളിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് ദുരിതമായിരിക്കുകയാണ്. മതിൽഭാഗം പ്രദേശത്തു നിന്നും വിവേക് നാരായൺ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ ഉള്ളത് മതിൽഭാഗം എന്ന് പറഞ്ഞൊരു കൊച്ചു കോളനിയിലാണ്. അതായത് തിരുവല്ല മുനിസിപ്പാലിറ്റിയിൽ അടിയിലാണ് ഈ മതിൽഭാഗം വരുന്നത്. നമുക്ക് ചുറ്റും ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ മൊത്തം വെള്ളം കയറിയിരിക്കുകയാണ്. അത് 2018 ശേഷമാണ് സമാനമായ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ 350ഓളം കുടുംബങ്ങൾ ഈ ഒരു ചെറിയൊരു ഏരിയയിലുണ്ട്. ഇത് മതിൽഭാഗം വാർഡ് 25 ആണ് ഈ ഒരു ഏരിയ. ഈ വാർഡ് 25-ൽ തന്നെ 25ഓളം കുടുംബങ്ങളുണ്ട്. അതിനുശേഷം ഈ ഭാഗത്ത് ഒരു 70 കുടുംബങ്ങളുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ മൊത്തം ഏരിയയിൽ ഒരു 450ഓളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നു. ഇതിൽ 400ഓളം പേർ ഇവിടെ നിന്ന് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ബാക്കിയുള്ളവർ ഇപ്പോൾ വീട്ടിൽ തന്നെ തങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം ഈ വെള്ളത്തിന്റെ ഒരു പോക്ക്, ഈ വെള്ളം ഇപ്പോൾ ഒരു 1 to 2 അടി വരെ ഇവിടെ കയറിയിരിക്കുന്നു. പല വീടുകളിലും വെള്ളം കയറി അവർക്ക് അവിടെ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം വീടിന്റെ ആ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലാണ് അവർ മിക്കരും അവരുടെ ഫർണിച്ചറുകളും ചെയറുകളും മേശകളും ഒക്കെ വച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വെള്ളത്തിൽ മുങ്ങുമ്പോൾ അതൊക്കെ ഉപയോഗശൂന്യമായി എടുത്തു കളയേണ്ട ഒരു അവസ്ഥയുണ്ട്. നമുക്കറിയാം 2018-ലും ഇതേ അവസ്ഥയായിരുന്നു ഈ ഒരു സ്ഥലത്ത് മതിൽ ഭാഗത്ത്. ഇവിടെ മിക്ക സ്ഥലങ്ങളിലും വെള്ളം കയറിയിരിക്കുന്നു. ഇന്ന് ഈ കാണുന്നത് നമ്മുടെ ഈ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോറി മാഫിയകളെ സംരക്ഷിക്കാനും അവരിൽ നിന്നും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇച്ഛാശക്തി കുറവും അവർക്കുണ്ടാകുന്ന നേട്ടങ്ങൾക്കും വേണ്ടി മാത്രമാണ്. ഈ നദികളിലും തോടുകളിലും അടങ്ങിയിരിക്കുന്ന ഈ എക്കലുകൾ വാരിയിരുന്ന ഇന്ന് ഈ ഗതി കാണുകയില്ല. മണൽ തീർച്ചയായിട്ടും വാരണം. 2 ദിവസം മഴ പെയ്ത ഉടനെ വെള്ളം നിറയുക. അപ്പം ഈ മണൽ വരാത്തോണ്ടല്ലേ, ഈ ആറ്റിലെ മണൽ നീ കിടക്കുന്നുണ്ടല്ലേ ഇതാണ് പ്രശ്നം വരുന്നത്. ഇത് ഗവൺമെന്റ് അല്ലെങ്കിൽ ശരിയായ നടപടി എടുക്കണം. വരുന്ന വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യം പോലും കിട്ടുന്നില്ല. ആറ്റിലേക്ക് ഒഴുകുകയാണ്. അതാണ് ഇതിന്റെ മെയിൻ റീസൺ. ഇവിടെയുള്ള നദികളിലും തോട്ടുകളിലുമുള്ള മണൽ ഗവൺമെന്റ് അത് എടുത്തു കളയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ ഇങ്ങോട്ട് തള്ളി വരുന്നത് എന്നാണ് ഇപ്പോൾ നമുക്കറിയാം. ഈ ഒരു അവസ്ഥ വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ നിന്നും ഇപ്പോൾ ഈ അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരണമെങ്കിൽ മഴ നിൽക്കണം, ഈ വെള്ളം താഴണം. അതുതന്നെയാണ് ഇവരെയുള്ള ആൾക്കാർ പ്രാർത്ഥിക്കുന്നതും. ക്യാമറമാൻ ജയകുമാറിനൊപ്പം വിവേക്, ദൂരദർശൻ.